Hello guys, Hi. welcome back to our channel Take Up with Bees. സോ നമ്മൾ ഇന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. എവിടേക്കാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ. നമ്മളെന്തായാലും അത് സർപ്രൈസാണ്. അത് സർപ്രൈസാണ്. സോ അതിൻ്റെ ഒരു സീരീസ് ആയിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള കുറച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ചെക്കിങ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു 9-10 എന്തുവാണ് ബോർഡിങ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 10 o'clock. സോ നമ്മളിവിടുത്തെ ഫുഡ് കോർട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോവൈ ഭവനിൽ നിന്ന് 2 മസാല ദോശ മേടിച്ചു. അതായിരിപ്പുണ്ട് കണ്ടോ. അപ്പം അതിനി കഴിച്ചിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ബോർഡിങ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. छोटे बैग्स को सामने वाली कुर्सी के नीचे रख दें। रो 1 और आपातकालीन निकास वाले रो में बैठे। നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. നല്ല ചൂടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതായത് ഭയങ്കര ചൂടാണ്. 30 degree ആണ് കേട്ടോ ഇവിടെ. അയ്യോ, അങ്ങനെ നമ്മളെത്തി. ഇനി ഇവിടുത്തെ എയർപോർട്ടിലുള്ള പ്രോസസ്സും കാര്യങ്ങളും അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു വീഡിയോ ഇടാം കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം അല്ലല്ലോ, കൊച്ചിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണമായിരുന്നു അതൊക്കെ നമ്മൾ പറയാം. സോ നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. സ്ലോലി കൺഫേം എൻ്റെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മാൽദീവ്സ് എയർപോർട്ടിലെത്തി. അതെ, മാൽദീവ്സ് ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോ അതൊരു സർപ്രൈസ് പോലെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. നമ്മളിങ്ങനെ ഒരു ടൂർ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ തായ്ലാൻഡ് പോയത്. സോ ഈ നവംബർ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു 4 days സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാണ്ട് കൊച്ചിയിൽ നിന്ന് എടുത്തത്. ട്രിവാൻഡ്രത്തിന് ഏകദേശം ടാക്സ് വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് 20K അടുപ്പിച്ച് വരെ 1 day വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് എടുത്തത്. കൊച്ചിയിൽ നിന്ന് നമുക്കൊരു 10,500 ആ ഒരു റേറ്റിന് കിട്ടി. അങ്ങനെ നമ്മളിവിടെ മാൽദീവ്സിലെത്തി. അപ്പം നമുക്ക് അവിടെ നമ്മുടെ
നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ വേണ്ടി വരുമല്ലോ. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരെണ്ണം മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് വേണ്ടത്, നമ്മൾ ഇവിടെ മാൽദീവ്സിൽ എവിടെയാണോ നമ്മൾ സ്റ്റേ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ട്രാവൽ വൗച്ചർ അവർ തരും. അതായത് കൺഫർമേഷൻ അല്ലേ, കൺഫർമേഷൻ ഒരു വൗച്ചർ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ പുള്ളീൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുള്ളി വഴിയാണ് നമ്മൾ ബുക്കിങ്ങും കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ആ പുള്ളി നമുക്കൊരു എന്താ പറയുക ഹോട്ടൽ കൺഫർമേഷൻ ഒരു വൗച്ചർ അല്ലേ, ഹോട്ടൽ കൺഫർമേഷൻ വൗച്ചർ തന്നു. അപ്പോൾ അത് കാണിക്കണം. പിന്നെ അതിൻ്റെ PDF നമ്മളിവിടെ കാണിക്കണം. പിന്നെ വേണോ പിന്നെ ട്രാവൽ ഡിക്ലറേഷൻ ട്രാവൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ വരുന്നതിന് 24 hours മുമ്പ് അത് എടുത്തിരിക്കണം. അത് കമ്പൽസറി ആണ്. നമ്മൾ കൊച്ചി എയർപോർട്ടിലും ചോദിക്കും, ഇവിടെയും ചോദിക്കും. അപ്പം അതങ്ങനെ ചെയ്തേക്കണം. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് മതി ആക്ച്വലി. ഇത് കാണിക്കാൻ നമുക്ക് ബാക്കിയുള്ള ചെക്ക് ഇൻ പ്രോസസ്സും എല്ലാം ബോർഡിങ്ങും എല്ലാം അങ്ങനെ തന്നെ കാണിച്ചാൽ മതി, വേറൊന്നുമില്ല. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. ഇപ്പോൾ വലിയ പ്രോസസ്സൊന്നുമില്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ എയർപോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് വരെ ഭയങ്കര കാഷ്വലിയാണ് അവർ ചെക്ക് ചെയ്ത് വിടുന്നത്. പിന്നെ വിസ ഇല്ല, മറ്റേ ഓൺ അറൈവൽ വിസ അങ്ങനെയില്ല. കാരണം നമുക്ക് ഇന്ത്യൻസിന് നമ്മളിവിടെ മാലി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ 90 days വിസ ഫ്രീ ആണ്. അതുകൊണ്ട് വിസ പ്രോസസ്സിന് നമുക്ക് ക്യൂ നിൽക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വരെ പാസ്പോർട്ട് കാണിക്കുക, നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കുക, പിന്നെ നമ്മുടെ ഹോട്ടൽ കൺഫർമേഷൻ കാണിക്കുക, പിന്നെ നമ്മൾ മറ്റേ ട്രാവലർ ഡിക്ലറേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അത് ജസ്റ്റ് നോക്കിയിട്ട് ഒരു 90 days നമുക്ക് വിസ ഫ്രീ ആയിട്ട് നമുക്കിവിടെ മാൽദീവ്സിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് എടുത്ത് പറയേണ്ടതാണല്ലേ, ഭയങ്കര ഹ്യൂമിഡിറ്റി. ഇതിപ്പോൾ നവംബർ ഡിസംബർ ജാനുവരി ഇവിടെ ഒരു കുറച്ച് പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്ലൗഡി അല്ല, ഒരു കുറച്ച് വെയിലുണ്ട്, സണ്ണി ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. 30 degree Celsius ആണ് സംഭവം ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഇതുണ്ട്. പിന്നെ നമുക്ക് ബാക്കി നമ്മൾ തായ്ലാൻഡിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് സിമ്മ് കാര്യങ്ങളൊക്കെ എടുത്തില്ലായിരുന്നോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫ്രീ സിമ്മാണ്, അതിനും പൈസയൊന്നും ഇല്ല കേട്ടോ. മറ്റേ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ സിം കിട്ടും. 2 സിമ്മുണ്ട്, അതിൻ്റെ നമ്മൾ വീഡിയോ എടുക്കും. മറ്റുള്ള ഏത് കൺട്രിയിൽ എനിക്ക് അറിയില്ലായിരിക്കും. നമ്മൾ ബാങ്കോക്കിലൊക്കെ നമ്മൾ എത്ര 500 ബാട്ടോ 400 ബാത്തോ അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് നമ്മൾ സിം എടുത്തത്. ഇവിടെ നമുക്ക് 2 ബ്രാൻഡുണ്ട്. ഓറിഡോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഓറിഡോ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു കിടിലം ഇതാണ്, സിം കമ്പനിയാണ്. പിന്നെ വേറൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ ഈ 2 ബ്രാൻഡാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഓറിഡോ എടുത്ത് രണ്ടും എടുത്തായിരുന്നു. അതിപ്പോൾ ലിമിറ്റഡ് GB എന്തേ ഉള്ളൂ, 100 GB അങ്ങനെ എന്തേ ഉള്ളൂ. നമ്മളിവിടെ ഏകദേശം ഒരു 5 night സ്റ്റേ ഉണ്ട്. അപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാനും പിന്നെ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്നാലും നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുമല്ല ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രീ സിമ്മാണ്. അതുകൊണ്ട് 2 നമ്മൾ ഓരോന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും ആഡ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാൽദീവ്സ് ആണ്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസ് നമ്മുടെ മാൽദീവ്സിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്തു അല്ലേ. നമ്മളെല്ലാം ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു, ബർഗർ കിങ്ങിൽ നിന്ന് കഴിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ കാരണം ഇവിടെ നിന്ന് ഇത്രയും നേരം ഡിലേ ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഐലൻഡിലാണ് പോകുന്നത്, ഡങ്കത്തി എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് പോകുന്നത്. അപ്പോൾ ഡങ്കത്തിയിൽ നമുക്ക് അവർക്ക് ഈ ബോട്ട് സർവീസ് 2 ടൈമിംഗ് ആണുള്ളത്, ഒന്ന് 12ഉം ഒന്ന് 4 o'clock. അപ്പം നമ്മളെന്തായാലും ഇവിടെ ഒരു 11:30 ഒക്കെ അടുപ്പിച്ച് എത്തിയെങ്കിലും നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ഇത്തിരി ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അവർ പിക്കപ്പ് ചെയ്യാൻ വന്ന ടൈം, വരുന്ന ടൈം ഒരു 4 o'clock ആണ്. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് ടാക്സി ഓടിക്കില്ലേ. ഇവിടെ ടാക്സിയെക്കാളും ഇവിടെ ടാക്സീസ് എല്ലാം വരുന്നത് ഈ ബോട്ടാണ്. ഇവിടെ ബാക്കിലിരിക്കുന്ന ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് അവരവരുടെ റിസോർട്ട്സിൻ്റെ ബോട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് അവരുടെ ആക്ച്വലി മറ്റേ നമ്മളെ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അടിപൊളിയാണ്.
ഒരു എയർപോർട്ടിൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഒരു ഈ ജെട്ടി, ഇപ്പോൾ ബോട്ട് ജെട്ടിയിലാണ്. ഇത് ആക്ച്വലി ബോട്ട് ജെട്ടിയല്ല, ഇത് സീഷോർ സൈഡ് തന്നെയാണ്. അപ്പം മോസ്റ്റ്ലി എല്ലാ റിസോർട്ട്സിൻ്റെ ബോട്ട്സും ഇവിടെയാണ് വരുന്നത്. അപ്പം മോസ്റ്റ്ലി ഈ ഫോറിനേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യുന്നത് ബോട്ടിന് വേണ്ടിയാണ്. അപ്പോൾ അവർ ഇന്നൊരു ടൈമിംഗ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ടൈമിങ്ങിന് വേണ്ടിയാണ് അവർ വരും. അതാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട്, നമ്മുടെ മാൽദീവ്സിലെ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട്, നമ്മൾ അവിടുത്തെ ഐലൻഡ്സിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വെയിലൊരു കുറവില്ലല്ലേ? ഇല്ല. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.